സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അനിശ്ചിതകാല സമരം ഇന്ന് 15ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനിടയിൽ CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ എളമനം കരീം ഈ സമരത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്ന ലേഖനം വലിയ ചർച്ചയായി മാറുന്നു. അതിൽ പ്രതികരിച്ചുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി മിനി നമ്മളോടൊപ്പം ചേരുന്നു. ഈ ലേഖനം ശ്രദ്ധയിൽപ്പെട്ട് കാണുമല്ലോ. ഓക്കെ, എന്താ അദ്ദേഹം പറയുന്നത്? CITU ആണ് അസംഘടിതരായിരുന്ന ആശാ വർക്കർമാർക്ക് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് ആദ്യഘട്ടം മുതൽ മുൻപന്തിയിലുണ്ടായിരുന്നത് എന്നാണ്. ഇവിടെ ഇതൊരു കപട രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് നടക്കുന്നതെന്നാണ്. എന്താണ് നിങ്ങളുടെ പ്രതികരണം? ആദ്യം തന്നെ അവരുണ്ടായിരുന്നുള്ളതൊക്കെ വാദമൊക്കെ അവരിരുന്നോട്ടെ, അവർ അത് എടുത്തോട്ടെ. പക്ഷേ ഈ ദേശാഭിമാനിയിൽ ഇങ്ങനെ കള്ളം എന്തിനാണ് എഴുതി വെക്കുന്നത് മനസ്സിലാവുന്നില്ല. കള്ളം മാത്രം എഴുതി വെച്ചിരിക്കണം. അതിനുവേണ്ടി എത്ര സമയം അദ്ദേഹം ചെലവഴിച്ചു എന്നുള്ളതാണ്. ആ സമയം ഈ ആശാ വർക്കർമാരുടെ ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിൽ വളരെ നന്നായിരുന്നു. അദ്ദേഹം പറയാണ്, VS അച്യുതാനന്ദന്റെ കാലത്ത് 3000 രൂപ ഓണറേറിയം നൽകിയിരുന്നു. നമുക്കറിയാം VS അച്യുതാനന്ദന്റെ ഭരണശേഷമാണ് ഉമ്മൻചാണ്ടി ഭരിച്ചത്, അല്ലേ? ഉമ്മൻചാണ്ടിക്ക് ശേഷമല്ലേ 2 തവണ പിണറായി. അപ്പോൾ VSന്റെ കാലത്ത് 3000 രൂപ കൊടുത്തു. എന്നിട്ട് പിന്നെ UDF സർക്കാർ വന്നപ്പോൾ അത് 700 രൂപയായിട്ടാണ് സർക്കാർ വർദ്ധിപ്പിച്ചത്. 500 നിന്ന് 700 രൂപയാക്കിയത്. അപ്പോൾ ഇതെന്തൊരു കണക്കാണത്? അപ്പോൾ 3000 രൂപ എങ്ങനെയാണ് 700-ൽ പോകുന്നത് മറ്റൊരു അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ? പിന്നെ പിണറായി വന്നപ്പോൾ കൂട്ടിയെന്ന് പറയുന്നത് വളരെ വിചിത്രമായി. കള്ളം പറയുമ്പോൾ തെറ്റിപ്പോവും. കാരണം വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായിട്ടും സംഭവിക്കാവുന്ന പിഴവാണ് അദ്ദേഹത്തിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ എളമനം കരീമാണ് CITUവിന്റെ സമരവേദിയിൽ നിന്നുകൊണ്ട് JPHന്മാർക്കെതിരെ ആക്രോശം അഴിച്ചിട്ടത്, ഭീഷണിപ്പെടുത്തിയത്. അല്ല, അദ്ദേഹം പറയുന്നത് ടാറ്റ എസ്റ്റേറ്റിൽ പെമ്പിളായി ഒരുമ എന്ന പേരിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമരത്തിന് സമാനമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന സമരമെന്ന്. ഈ രാജ്യത്തെ സമരത്തിന്റെ കുത്തകയൊന്നും CITUവിന് ആരും എഴുതി കൊടുത്തിട്ടില്ല. പെമ്പിള ഒരുമയിലെ ഇനി അങ്ങോട്ട് സമരങ്ങളുടെ കാലമായിരിക്കും. സമരവിരുദ്ധരെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അത് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇപ്പൊ CITU എന്താ പറയുന്നത്? എല്ലായിടത്തും അവരുടെ യൂണിയനാണ് പ്രബലം എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ എന്താ KSRTCയിലെ തൊഴിലാളികൾക്ക് അവർ ശമ്പളം മേടിച്ചു കൊടുക്കാത്തത്? അവർ മറ്റു മേഖലകളിലെ തൊഴിലാളികൾക്ക് ശമ്പളം മേടിച്ചു കൊടുക്കാത്തത്? അല്ല, അതോടൊപ്പം ആരോഗ്യമന്ത്രി താങ്കൾക്കെതിരെ വ്യക്തിപരമായ ഒരു പരാമർശമാണ് കഴിഞ്ഞ ദിവസം. അതായത് അവാസ്തവമായ കാര്യമാണ്. മന്ത്രിയുടെ വസതിയിൽ ചെന്നിട്ട് കാണാൻ അനുവദിച്ചില്ല എന്ന നിങ്ങളുടെ വാദത്തിൽ കഴമ്പില്ല. നിങ്ങൾ അങ്ങനെ ചെന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൽ ആരോഗ്യമന്ത്രിക്കുള്ള മറുപടി എന്താണ്? ആശാ വർക്കർമാർ കൊടുക്കുന്ന നികുതി അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ ഔദ്യോഗിക വസതി നിലനിൽക്കുന്നത്. അവിടുത്തെ മുഴുവൻ ചെലവും നാട്ടുകാരുടെ ചെലവിലാണ്. അവിടെ ഏതൊരാൾക്കും എപ്പോഴും ചെയ്യാനുള്ള അവകാശമുണ്ട്. അവിടെ ഞങ്ങളെ കാണാതിരുന്ന ആരോഗ്യമന്ത്രി അത് കാണാൻ പറ്റില്ല എന്ന് ആരുടെടുത്താണ് പറഞ്ഞു വിട്ടതെന്ന് അവർ വെളിപ്പെടുത്തിയാൽ മതി. അവർ പറയണം. ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയണം അവിടെ വെച്ച് ആരെയും കാണാൻ പറ്റില്ലെന്ന്. അവർ പറഞ്ഞു വിട്ട വ്യക്തി ആരാണെന്ന് അവർ വെളിപ്പെടുത്തിയാൽ മതി. അവിടെ പ്രശ്നം തീർന്നു. അല്ല, അങ്ങനെയാണെങ്കിൽ ഒത്തുതീർപ്പിന് വഴങ്ങില്ല എന്നാണോ? സമരം ഇങ്ങനെ തന്നെ തുടരണം? ഞങ്ങൾക്ക് സമരം ഒത്തുതീർപ്പാക്കണം. കാരണം ഞങ്ങൾക്ക് ഫീൽഡിലേക്ക് പോകണ്ടേ? ആശാ വർക്കർമാർക്ക് ഫീൽഡിലേക്ക് പോകണം, പോയി അവരുടെ ജോലി ചെയ്യണം. ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ ഇന്ന് നമ്മൾ ഉയർത്തിയിരിക്കുന്ന ഈ ഡിമാൻഡുകൾ 100% ന്യായമാണെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞു. അത് ആരോഗ്യമന്ത്രിക്കും ഈ സർക്കാരിന് മനസ്സിലാകാത്തത് അവരുടെ പരിഗണന മാറിയതുകൊണ്ടാണ്. താങ്കൾ ആശാ വർക്കർ അല്ല എന്നൊരു വിമർശനം കൂടിയാണ് CITU നേതാക്കൾ ഉന്നയിക്കുന്നത്. അതെ, ആശാ വർക്കറല്ല. എളമനം കരീം എപ്പോഴാണ് ആശാ വർക്കറായത്? അല്ലെങ്കിൽ മറ്റു നേതാക്കൾ എപ്പോഴാണ്? CS സുജാത കഴിഞ്ഞ ദിവസം കാസർഗോഡ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴാണ് ആശാ വർക്കറായിരിക്കുന്നത്? എന്തിന്? ആരോഗ്യമന്ത്രി ആരോഗ്യ വകുപ്പിൽ പണിയെടുക്കുന്ന ആളാണോ? അപ്പൊ അങ്ങനെയാണോ മാനദണ്ഡം? ഞങ്ങൾ നിലവിലെ ഈ രാജ്യത്തെ ട്രേഡ് യൂണിയൻ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു സംഘടനയാണ്. അങ്ങനെയാണെങ്കിൽ CITU നേതാവ് ഇന്ന് എഴുതിയിരിക്കുന്ന ലേഖനം എന്തിനെഴുതിയിരിക്കുന്നു? അദ്ദേഹം എങ്ങനെ ആശാ വർക്കേഴ്സിന്റെ യൂണിയന്റെ നേതാവാകും? അപ്പൊ ഇത് മറ്റുള്ളവർക്ക് ചാർത്തി കൊടുക്കുന്ന ചില പട്ടങ്ങൾ മാത്രമാണ്. അതിനെ ഞങ്ങൾ ശക്തമായി എതിർക്കുകയാണ്. ഓക്കെ, എന്തായാലും അങ്ങനെയാണ് ഈ അസോസിയേഷന്റെ നിലപാട്. ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകും എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആശാ വർക്കർമാരുടെ സമരം 15ാം ദിവസം സെക്രട്ടേറിയറ്റ് പടിക്കൽ പുരോഗമിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം ഡാൻ കുര്യൻ, News 18.